പരിഗണിക്കുന്നത്. പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമോ എന്ന് ചോദിക്കുന്നവരെയുണ്ടായി എന്നാണ് കേൾക്കുന്നത്. ഇതൊന്നും കൃത്യമായിട്ടുള്ള വിവരമല്ല, ഞാൻ കേൾക്കുന്ന വിവരം മാത്രമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു പോലും അങ്ങനെ മത്സരിക്കാൻ കഴിയില്ല, പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല. പിന്നെ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ അംഗമാകുന്നു. ഞാൻ CPI-യോ CPM-ഓ ഒന്നുമല്ല, ഞാനൊരു സ്വതന്ത്രം മാത്രമാണ്, അങ്ങനെ എന്നെ അങ്ങ് അനുവദിക്കണം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പോലും സഖാവ് കെ ഇസ്മയിൽ പറഞ്ഞത്, ഞങ്ങൾ എല്ലാവരുടെയും കൂടി സ്ഥാനാർത്ഥിയാണ്. ഇതാണ് ഞാൻ കേട്ടത്. പക്ഷെ പിന്നീടത് അവരുടെ പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ അവരുടെ പാർട്ടിക്കകത്ത് നടന്നു. നിങ്ങൾ സീറ്റ് കൊണ്ടുപോയി കളയാണോ എന്നൊക്കെയുള്ള ചർച്ച വന്നപ്പോൾ നേരെ മറുകണ്ഠം ചാടുന്ന നിലപാടെടുക്കുന്നു എന്നാണ് നിങ്ങൾ ചിലർക്ക് റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് നേരിട്ട് വിവരമില്ല അതിനെപ്പറ്റി. ആരും പറഞ്ഞേ കേട്ടില്ല. അത് നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം. ചർച്ച ചെയ്ത് AP കുഞ്ഞാമുവിനെ കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായം ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഈ പത്രസമ്മേളനത്തിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ നമ്മളൊരു പാർട്ടി എന്ന നിലക്ക് സാധാരണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തും പോലെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോരാ. ചില പേര് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, നേരത്തെ നമ്മൾ നിർത്തിയ ചില സ്വതന്ത്ര സ്ഥാനാർത്ഥി. അങ്ങനെ എടുത്താൽ പോരാ, ഈ സീറ്റ് വിജയിക്കുന്ന ഘടകങ്ങളുണ്ട്, അതുകൂടി കണക്കിലെടുത്തായിരിക്കണം നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. ഈ CPIയുടെ നിലപാട്, വെളിയത്തിന്റെ നിലപാട് രാഷ്ട്രീയമായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് അഭിപ്രായം. CPI കോൺഗ്രസിനെ സഹായിക്കുന്നതിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഭാഗമല്ലേ. അവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള നിലപാടാണ് പൊതുവിൽ സ്വീകരിക്കുന്നത്. പക്ഷേ ആ സ്വീകരിക്കുന്ന നിലപാടിൽ ചിലത് അതിൽ ചെറിയൊരു പിഴവ് വരുന്നില്ലേ എന്നൊരു സംശയം. അതാണ് ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. PDPക്കൊന്നും ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനാവില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ തന്നെയാണ് നിശ്ചയിക്കുക. രണ്ടത്താണിയെ കുറിച്ച് CPIക്ക് എതിർപ്പുണ്ട്. AP കുഞ്ഞാമുവിനെ റിസർവേഷൻസ് അങ്ങ് സൂചിപ്പിക്കുന്നു. പുതിയ ആൾ വന്നാൽ ഈ ഒരു സമവായ അന്തരീക്ഷം അവിടെ ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോ ഈ പറയുന്ന രണ്ടത്താണി വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ഞങ്ങളല്ലാതൊരു മൂലകാരണം CPI തന്നെയാണ്. സഖാവ് കെ ഇസ്മയിൽ പോയി അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം സ്ഥാനാർത്ഥിയാണെന്ന ധാരണയിൽ ഉടനെ രംഗത്തിറങ്ങി. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഞങ്ങളിപ്പോ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് നിങ്ങൾ ചിലർ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തു, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ. അപ്പോ ചിലർ എന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ട് നിങ്ങൾ സഹായിക്കണമെന്നൊക്കെ പറയില്ലേ, സാധാരണ എന്ത് അങ്ങനെ പറയുന്ന ഒരു നില അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നും അതിന് നല്ല പ്രതികരണം നാട്ടുകാരുടെ ഭാഗത്ത് വന്നു എന്നും അദ്ദേഹം വളരെ മുന്നോട്ട് പോയി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊരു താല്പര്യം മാത്രമേ ഉള്ളൂ, അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥി ആ മണ്ഡലം വിജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാവണം. അല്ല, ആ അഭിപ്രായം നമ്മൾ തമ്മിൽ ഇപ്പോൾ അങ്ങനെ പറയേണ്ടതല്ലല്ലോ. അത് ഞങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ വ്യക്തമാക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ ആരെ പിണക്കണം ആരെ ഇണക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങളൊരു പ്രത്യേക വാശിയുള്ളവരെല്ലാം എല്ലാവർക്കും അറിയാം. ചില നിലപാടുകളാണ് ഇതിൽ പ്രശ്നം. നിലപാടുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രശ്നം UDF-നെ പരാജയപ്പെടുത്തലാണ്. ആ UDF-നെ പരാജയപ്പെടുത്താൻ ഉതകുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ വേണ്ടത്. അതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിട്ട് ഇതേവരെ വന്നത് രണ്ടത്താണിയാണ്. അദ്ദേഹം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അല്ല, അതൊന്നും ഇപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ലേ. ആ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ ഇപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാനും പറയുന്ന ഒരവസാനം കുറിക്കണ്ട. ചർച്ച ചെയ്യാം നമുക്ക്. ചർച്ച അങ്ങനെ വഴിമുട്ടില്ല. എപ്പോഴും ചർച്ച അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതില്ല, ഡേറ്റ് പരസ്പരം കാര്യങ്ങള് ഈ മുന്നണിയിലുള്ള കക്ഷികളൊക്കെ സംസാരിക്കുന്നുണ്ട് അവരുമായി. അങ്ങനെയൊന്നും പോകാൻ കഴിയില്ല. അത് നിങ്ങളങ്ങനെ ബേജാറാവേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നും പോകാനാവില്ല. ജനതാദളിൻ്റെത് അങ്ങനെ ഒരു പ്രശ്നമല്ല. അതിപ്പോ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമല്ല. ഡീലിമിറ്റേഷൻ വരുമ്പോ ചില പ്രശ്നങ്ങൾ വരുമല്ലോ. ഇപ്പോ ഞാൻ നേരത്തെ പറയുമ്പോൾ ഒരു കാര്യം വിട്ടു.
അതായത് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതായത് ഞങ്ങൾ തമ്മിലൊരു തർക്കം ഉണ്ടായിരുന്നു, CPI യും ഞങ്ങളും തമ്മിൽ. അടൂർ സീറ്റ് നേരത്തെ CPI മത്സരിച്ച സീറ്റാണ്. ആ സീറ്റ് ഇത്തവണ യഥാർത്ഥത്തിൽ ഇല്ലാതായി. പിന്നെ അടൂരടക്കം വരുന്നത് പത്തനംതിട്ട എന്ന പുതിയ സീറ്റിലാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പത്തനംതിട്ട എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ വാശിയും തർക്കവും ഉണ്ടായി. ഞങ്ങൾക്ക് പിന്നെ മാവേലിക്കര വേണം, SC സീറ്റ് ഞങ്ങൾ മത്സരിച്ചാണ്, അത് ഞങ്ങൾക്ക് വേണം. മാവേലിക്കരയാണെങ്കിൽ ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്, CPIM-ന്റെ സിറ്റിംഗ് സീറ്റാണ് മാവേലിക്കര. കഴിഞ്ഞ പ്രാവശ്യം സുജാത ജയിച്ച സീറ്റാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റാണ്, അത് തരാൻ കഴിയില്ല. അപ്പൊ ഈ തർക്കം കഴിഞ്ഞ യോഗത്തിൽ, 3-ാം തീയതിത്തെ യോഗത്തിൽ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ തീരുമാനം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തുകയാണല്ലോ, ഇനി ഇത് മാത്രമായിട്ട് നീട്ടിക്കൊണ്ടുപോകണ്ട, നിങ്ങൾ മാവേലിക്കര നിങ്ങളെടുത്ത് ഞങ്ങൾ പത്തനംതിട്ട എടുക്കാം. അതായത് ഇവിടെ പൊന്നാനിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് സഖാവ് വെളിയം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അതിന് വിധേയമായി മറ്റൊരു സീറ്റിന്റെ പ്രശ്നം ഇങ്ങനെ തർക്കിച്ചു പോകേണ്ടതില്ല, ഇനി നീട്ടിപ്പോണ്ടതില്ല, അത് നിങ്ങളെടുക്കുക. ഞങ്ങൾ അവരെ ആവശ്യം അംഗീകരിക്കുന്ന നില വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ഡീലിമിറ്റേഷന്റെ പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ വരും. ജനതാദളിന്റെ സീറ്റിന്റെ കാര്യത്തിൽ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CPIയുടെ സീറ്റ് 4 അതിലെന്താ തർക്കം? ആ 4-ൽ പൊന്നാനിയെ സംബന്ധിച്ച് UDF-നെ പരാജയപ്പെടുത്താൻ ശരിയായ ഒരു സമീപനം എടുത്തു പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രശ്നം. അത് UDF-ന് ആലോചിക്കാം. അങ്ങനെ ഞങ്ങൾക്ക് ആലോചിക്കാൻ പറ്റില്ല. LDF-ന്റെ താല്പര്യം UDF-നെ പരാജയപ്പെടുത്തണമെന്നാണ്. 1 ലക്ഷം വോട്ടിന് UDF സാധാരണ ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം, അവിടെ ജയിക്കാനുള്ള സാധ്യത ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതാണ് പ്രശ്നം. പിന്നെ CPIയുടെ നേതൃത്വത്തെക്കുറിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ പ്രത്യേകിച്ച്. അഭിപ്രായങ്ങൾ എപ്പോഴും അഭിപ്രായങ്ങൾ പറയാം. ഏത് പക്വമതിയോടും അഭിപ്രായങ്ങൾ പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയൊരു സമീപനം എടുക്കാൻ കഴിയുമെന്ന് ഞാനേതായാലും പ്രതീക്ഷിക്കുന്നില്ല. അതല്ലേ എനിക്ക് പറയാൻ പറ്റും. CPIക്ക് 3 സീറ്റ് എന്ന് LDF കൺവീനർ പറഞ്ഞില്ല. LDF കൺവീനർ പറഞ്ഞത് CPI 4 സീറ്റിലാണ് മത്സരിച്ചത്, പൊന്നാനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കും, പിന്നെയുള്ള 3 സീറ്റുകളുടെ പേരും പറഞ്ഞു. അതാണ് നിങ്ങൾ ചിലർ വ്യാഖ്യാനിച്ച് 3 സീറ്റായിരിക്കും എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായത്. പല മണ്ഡലങ്ങളിലും CPIയുടെ ചിഹ്നം CPI വളരെ സജീവമായി LDF തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വരുന്നു തന്നെ അത് കാണിക്കുന്നത്. അത് CPI ഒരു പാർട്ടി എന്ന നിലക്ക്, ഒരു ഘടകകക്ഷി എന്ന നിലക്ക് ഞങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിൽ ഞങ്ങളെന്തിനാണ് വേവലാതിപ്പെട്ടത്? അല്ല, അവരിപ്പോ ഒരു സ്ഥാനാർത്ഥിയെയും പറഞ്ഞിട്ടില്ലല്ലോ. അവരുടെ ഒരു സാന്നിധ്യം അറിയിക്കുന്ന നില മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതിലൊന്നും അങ്കലാപ്പുണ്ടാവേണ്ടതില്ല. മുന്നണിയായി രംഗത്തങ്ങ് ഇറങ്ങുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് തീരുമല്ലോ. നിങ്ങൾ തന്നെ തിരിച്ചെഴുതുമല്ലോ. അതിൻ്റെ അകത്തൊരു പ്രശ്നവും വരില്ല. നാട്ടുകാരെല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്.